നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. നീറ്റ് പരീക്ഷാ വിവാദം NTA-ക്കും കേന്ദ്രത്തിനും സുപ്രീം കോടതി നോട്ടീസ്. നീറ്റ് പരീക്ഷാ വിവാദത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും കേന്ദ്ര സർക്കാരിനും സുപ്രീം കോടതി നോട്ടീസ്. വീഴ്ച അംഗീകരിച്ച് തെറ്റ് തിരുത്തണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. 2 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാനാണ് NTA-ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കുട്ടികളുടെ കഠിനാധ്വാനത്തെ കാണാതെ പോകരുതെന്ന് കോടതി പറഞ്ഞു. ശക്തമായ UDF-നൊപ്പം ഉണ്ടാകും, മത്സര രംഗത്തേക്ക് ഉടനെയില്ല. രമേശ് പിഷാരടി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുന്നുവെന്ന വാർത്തകൾ തള്ളി നടൻ രമേശ് പിഷാരടി. പാലക്കാട്, വയനാട് മണ്ഡലങ്ങളിൽ UDF-നായി പ്രവർത്തിക്കും. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഇക്കാര്യം പിഷാരടി പങ്കുവച്ചത്. മത്സര രംഗത്തേക്ക് ഉടനെയില്ല എന്നാണ് പിഷാരടി പറയുന്നത്. കണ്ണൂരിൽ തേങ്ങ പെറുക്കാൻ പോയ വയോധികൻ ബോംബ് പൊട്ടി മരിച്ചു. കണ്ണൂരിൽ വയോധികൻ ബോംബ് പൊട്ടി മരിച്ചു. തേങ്ങ പെറുക്കാൻ പോയ വയോധികനാണ് ബോംബ് പൊട്ടി മരിച്ചത് കൂടത്തുളം സ്വദേശി വേലായുധൻ, 75 വയസ്സായിരുന്നു. സംഭവം ആളൊഴിഞ്ഞ പറമ്പിലാണ് നടന്നത്. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. തേങ്ങ പെറുക്കാൻ വീടിനോട് ചേർന്നുള്ള പറമ്പിലേക്ക് വേലായുധൻ പോയ സമയത്താണ് അപകടമുണ്ടായത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ബോംബാണെന്ന് അറിയാതെ തുറന്നപ്പോഴാണ് അപകടം ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. കൊല്ലം പുനലൂരിൽ ഇടിമിന്നലേറ്റ് 2 തൊഴിലാളികൾ മരിച്ചു. കൊല്ലം പുനലൂർ മണിയാറിൽ ഇടിമിന്നലേറ്റ് തൊഴിലാളികൾ മരിച്ചു. മണിയാർ സ്വദേശികളായ രജനി, സരോജം എന്നിവരാണ് മരിച്ചത്. ജോലിക്കിടെയാണ് അപകടമുണ്ടായത്. 12 മണിയോടെയാണ് അപകടമുണ്ടായത്. നാട്ടുകാർ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഇടിമിന്നലേറ്റത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഓഹരി കുംഭകോണം നടന്നെന്ന ആരോപണം. BJP-യുടെ പങ്ക് അന്വേഷിക്കണമെന്ന് സെബിയോട് ആവശ്യപ്പെട്ട് ഇന്ത്യ മുന്നണി. ഓഹരി വിപണിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനോട് അനുബന്ധിച്ച് വലിയ തട്ടിപ്പ് നടന്നെന്ന് ചൂണ്ടിക്കാട്ടി സെബിക്ക് പരാതി സമർപ്പിച്ച ഇന്ത്യ മുന്നണി. തെരഞ്ഞെടുപ്പ് ഫലം തെറ്റായി പ്രചരിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ സാധാരണ നിക്ഷേപകർക്ക് നഷ്ടമുണ്ടാക്കിയെന്ന് ഇന്ത്യ മുന്നണി. ഈ തട്ടിപ്പിൽ BJP നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ഇന്ത്യ മുന്നണി സെബിയോട് ആവശ്യപ്പെട്ടു. മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുമെന്ന് പറഞ്ഞ സർക്കാർ അത് പ്രധാന വരുമാന സ്രോതസ്സാക്കി മാറ്റുന്നു. KCBC മദ്യവിരുദ്ധ സമിതി. മദ്യനയത്തിൽ സർക്കാരിനെതിരെ KCBC മദ്യവിരുദ്ധ സമിതി. മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുമെന്ന് പറഞ്ഞ സർക്കാർ അത് പ്രധാന വരുമാന സ്രോതസ്സാക്കി മാറ്റുന്നു. പുതിയ മദ്യനയത്തിൽ സർക്കാർ പിന്മാറണം എന്നും KCBC ആവശ്യപ്പെട്ടു. വിഷയത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനം നൽകുമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി ചെയർമാൻ ബിഷപ്പ് യുഹാനോൻ മാർ തിയഡോഷ്യസ് പറഞ്ഞു. സീറോ മലബാർ സഭാംഗം കേന്ദ്രമന്ത്രിയായത് BJP-ക്ക് കേരളത്തിൽ ഗുണം ചെയ്യും. ഫരീദാബാദ് ആർച്ച് ബിഷപ്പ്. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ക്രൈസ്തവ വോട്ടുകളും കാരണമായെന്ന് ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണികുളങ്ങര പറഞ്ഞു. സീറോ മലബാർ സഭയിലെ ഒരംഗം കേന്ദ്രമന്ത്രിസഭയിലുള്ളത് BJP-ക്ക് കേരളത്തിലെ സ്വാധീനം വർദ്ധിപ്പിക്കും. ഉപതെരഞ്ഞെടുപ്പുകളിൽ BJP-യുടെ വിജയം പ്രതിഫലിക്കും. മണിപ്പൂരിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായി. വ്യാപക അക്രമം നടന്നിട്ടും വിശദമായ അന്വേഷണം നടന്നിട്ടില്ല. മണിപ്പൂരിൽ ഗോത്രവർഗങ്ങൾ തമ്മിലാണ് പ്രശ്നം തുടങ്ങിയതെങ്കിലും പിന്നീട് മറ്റു തലങ്ങളിലേക്ക് വ്യാപിച്ചു. മാർപ്പാപ്പ മോദി കൂടിക്കാഴ്ച പ്രോത്സാഹജനകമാണെന്നും അദ്ദേഹം പറഞ്ഞു.
മോദി 3.0 അതിജീവിക്കാൻ പാടുപെടും. കൂറുമാറ്റങ്ങളെ കുറിച്ച് സൂചനകൾ നൽകി രാഹുൽ ഗാന്ധി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു ടെക്നോടോണിക് ഷിഫ്റ്റ് എന്നാണ് കോൺഗ്രസ് MP രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത്. ഭൂരിപക്ഷം നേടാനാകാതെ മോദി സർക്കാർ നിലനിൽക്കാൻ പാടുപെടുമെന്നാണ് രാഹുലിന്റെ അവകാശവാദം. UK ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ രാഹുൽ പറഞ്ഞത് ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ ഇടം തുറന്നിരിക്കുന്നു എന്നാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വൻ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. സംഖ്യകൾ വളരെ ദുർബലമാണ്. ഏറ്റവും ചെറിയ അസ്വസ്ഥത സർക്കാരിനെ വീഴ്ത്തിയേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. കോളനി എന്ന പദം അടിമത്തത്തിന്റേത്, എടുത്തു കളയണം മന്ത്രി K രാധാകൃഷ്ണൻ. പദവി ഒഴിയുന്നതിന് മുൻപ് സുപ്രധാന തീരുമാനവുമായി മന്ത്രി K രാധാകൃഷ്ണൻ. സർക്കാരുമായി ബന്ധപ്പെട്ട പദ്ധതികളിൽ നിന്ന് കോളനി എന്ന പദം ഒഴിവാക്കും. അനുയോജ്യമായ പേരിന് ജനങ്ങളുടെ അഭിപ്രായം തേടും. ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങും. മന്ത്രി 3 മണിക്ക് ക്ലിഫ് ഹൗസിലെത്തി രാജി സമർപ്പിക്കും. കോളനി എന്ന പദം അടിമത്തത്തിന്റേതാണ്, അത് മേലാളന്മാർ ഉണ്ടാക്കിയതാണെന്നും മന്ത്രി പറഞ്ഞു. പേര് തന്നെ കേൾക്കുമ്പോൾ അപകർഷതാബോധം തോന്നുന്നു. ആ പേര് ഇല്ലാതാക്കുകയാണ്. ഉത്തരവ് ഉടൻ ഇറങ്ങും. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.